ഇനി ബാലകൃഷ്ണൻ, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ എത്രത്തോളം നാടകീയവും സസ്പെൻസുമാക്കി മാറ്റാമോ അതെല്ലാം നമ്മൾ പാലക്കാട് കണ്ടു. 34 ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 30 ദിവസവും ഓരോ ബ്രേക്കിങ്ങുകളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നമുക്ക് തന്നത്. ചേലക്കരയിലെയും വയനാട്ടിലെയും പ്രിയങ്ക ഗാന്ധിയുടെയും അതേപോലെ മറ്റ് തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പാലക്കാട് ബാക്കി എല്ലാ ദിവസങ്ങളിലും രാഷ്ട്രീയ തലസ്ഥാനമായി മാറുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ വാർത്തകളുടെ കാര്യത്തിൽ നെഞ്ചിടിപ്പേറ്റുമോ? നെഞ്ചിടിപ്പേറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. നിശ്ചയമായും വലിയ മത്സരം പാലക്കാട്ട് നടന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. 3 പ്രധാന മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. 3 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ ഒന്നാം സ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെ മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇക്കുറി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ നെഞ്ചിടിപ്പേറ്റുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ നെഞ്ചിടിപ്പേറേണ്ട ഒരു സാഹചര്യമില്ല എന്ന എൻ്റെ മറുപടിക്കൊരു കാരണമുള്ളത്, നമ്മൾ 2011 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ, ഒരു 10 വർഷത്തെ തിരഞ്ഞെടുപ്പ് പാലക്കാട് നിയമസഭയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നെഞ്ചിരിപ്പുണ്ടായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2011 ഷാഫി ഏതാണ്ട് 7000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചു വരുന്നു. 2016 അത് 17,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാക്കി അദ്ദേഹം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതിൻ്റെ അർത്ഥം വെച്ചാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJPക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കിയ തെരഞ്ഞെടുപ്പാണ് 2021 തെരഞ്ഞെടുപ്പ്. ശ്രീധരനാണ് അവിടെ മത്സരിച്ചത്. നമുക്കറിയുന്ന പോലെ 3857 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ UDF നെഞ്ചിടിപ്പ് ഏറിയ മത്സരം തന്നെയായിരുന്നു. കേരളം 2021 അവസാനം കൗണ്ടിങ്ങിൻ്റെ അവസാനം ഏറ്റവും ആകാംക്ഷയോട് ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പും അതായിരുന്നു. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ പോലും ഈ 3857 വോട്ടിൻ്റെ ഭൂരിപക്ഷം കോൺഗ്രസ് ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായി അവിടെ പ്രവർത്തിച്ച ഘടകങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തമായി അവിടെയുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശ്രീധരനെ പോലൊരു സ്ഥാനാർത്ഥിയല്ല അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഞാൻ ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല. അദ്ദേഹം പാലക്കാട്ടുകാർക്ക് വളരെ സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം മത്സരിച്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരന് വേണ്ടിയിട്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 50,200-ഓളം വോട്ടുകളാണ് ശ്രീധരൻ പിടിച്ചത്. അത്രയും വോട്ട് കൃഷ്ണകുമാറിന് പിടിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണകുമാർ 43,000 വോട്ടിലേക്ക് താഴെ വരികയാണ് ചെയ്തത്. 7,000 വോട്ടിൻ്റെ ഡിഫറൻസാണ് ശ്രീധരൻ്റെ വോട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ BJPക്ക് അവിടെ ലോസായി മാറിയത്. എന്ന് മാത്രമല്ല, BJP അവിടെ എപ്പോഴും അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താ, പാലക്കാടെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. മോഡിയുടെ ഒരുപാട് പ്രോജക്റ്റുകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടേണ്ട ഒരു സാഹചര്യം പാലക്കാട്ട് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കെ അവിടെ ശ്രീധരന് കിട്ടിയ 50,200 വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല 7,000-ഓളം വോട്ട് അദ്ദേഹത്തിന് കുറയുകയും ചെയ്തു. 43,000 വോട്ടിലേക്ക് കുറയുകയും ചെയ്തു. നമുക്ക് നോക്കാമെന്നേ, നമുക്ക് 2021 വോട്ടൊന്ന് പരിശോധിച്ച് നോക്കിയേ. 21 എന്താ സ്ഥിതി? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 78,000 വോട്ടുകൾ പോൾ ചെയ്തു. 78,000 വോട്ടുകളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം പോൾ ചെയ്തത്. പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഏതാണ്ട് നല്ല രീതിയിൽ BJPക്ക് ആധിപത്യമുള്ള മുനിസിപ്പാലിറ്റിയാണ്. അവിടെ ആകെപ്പാട് 52 സീറ്റാണുള്ളത്. അതിൽ 28 സീറ്റുകളും BJPക്കാണ്. അതായത് ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷമുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അവിടെ 78,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടപ്പോൾ 34,000 വോട്ടാണ് ശ്രീധരന് കിട്ടിയത്. 34,000 വോട്ട്, 28,000 വോട്ട് മാത്രമേ ഷാഫി പറമ്പിലിന് കിട്ടിയിരുന്നുള്ളൂ. എന്താണ് ഡിഫറൻസ്? 6,000 വോട്ടിൻ്റെ ഡിഫറൻസാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം ശ്രീധരനുണ്ടായിരുന്നത്. എന്നാൽ മറ്റു 3 പഞ്ചായത്തുകളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നു. പിരായിരിയിലേക്ക് വരുമ്പോൾ അവിടെ 6,000 വോട്ട് ആ 6,000 വോട്ടിൻ്റെ മുനിസിപ്പാലിറ്റി ലീഡുണ്ടല്ലോ BJPയുടെ, അത് ഒറ്റയടിക്ക് റദ്ദാക്കപ്പെടുന്നത് കാണാം. അതായത് കോൺഗ്രസിന് UDFന് നല്ല ആധിപത്യമുള്ള പഞ്ചായത്താണ് പിരായിരി പഞ്ചായത്ത്. അവിടെ 12,000 വോട്ട് UDFനുണ്ട്. എന്നാൽ BJPക്കും അതുപോലെ തന്നെ CPMനും തുല്യമായ വോട്ടുകളാണുള്ളത്. 6,000 വോട്ട് 6,000 വോട്ട് വീതമാണ് അവർക്ക് രണ്ടുപേർക്കുമുള്ളത്. ഒരർത്ഥത്തിൽ പിരായിരി പഞ്ചായത്താണ് ഭേദപ്പെട്ട രീതിയിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു പഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഡിഫറൻസ് ബിറ്റ്വീൻ BJP ആൻഡ് കോൺഗ്രസ് എന്ന് പറയുന്ന 6,000 വോട്ടാണ്. അതായത് നിങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും നെഞ്ചിടിപ്പോടുകൂടി നടന്ന തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടിയ 6,000 വോട്ട് പിരായിരിയിലേക്ക് വരുമ്പോൾ 6,000 വോട്ട് റദ്ദാക്കപ്പെടുന്നു. അതായത് അവിടെ UDF 6,000 വോട്ടിൻ്റെ ലീഡ് നേടുന്നു. അതോടുകൂടി അത് ക്ലീനായി മാറുന്നു. പിന്നെ വരുന്നത് നമ്മൾ മാത്തൂർ പഞ്ചായത്ത്
പഞ്ചായത്തിലേക്കാണ്. മാത്തൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ LDFന് നേരിയ ആധിപത്യമുള്ള മണ്ഡലമാണ്, നേരിയ ആധിപത്യമുള്ള പഞ്ചായത്താണ്. അവിടെ 6475 വോട്ടാണ് LDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത്. UDFന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത് 6445 വോട്ട്. കേവലം 30 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ആര് തമ്മിൽ, LDFും UDFും തമ്മിൽ. പക്ഷേ അവിടെ BJPക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയാമോ? 3960. വലിയ രീതിയിൽ BJP പുറകോട്ട് പോയ ഒരു പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത്. അതോടുകൂടി കോൺഗ്രസ് അവിടെ 2485 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാക്കുകയാണ്. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 6000 വോട്ടിൻ്റെ BJPയുടെ ലീഡ് പിരായിരിയിലെത്തുമ്പോൾ 6000 വോട്ട് കൂടുതൽ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് റദ്ദാക്കുന്നു. എന്നിട്ട് മാത്തൂരിലേക്ക് എത്തുമ്പോൾ 2485 വോട്ടിൻ്റെ ലീഡ് നേടുന്നു. ഇത് കഴിഞ്ഞാൽ കണ്ണാടിയിലേക്ക് വരുമ്പോഴും അവിടെയും LDFന് നേരിയ ആധിപത്യമുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയത് 6078 വോട്ടാണ്, UDFന് 5965 വോട്ടാണ്. പക്ഷേ വ്യത്യാസം വളരെ ചെറുതാണ്, 113 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ BJPക്ക് അവിടെ കിട്ടുന്നത് 4697 വോട്ടാണ്. അവിടെ 1268 വോട്ടിൻ്റെ ലീഡ് വീണ്ടും കോൺഗ്രസ് ഉണ്ടാക്കുന്നു. ഇതാണ് ഈ 3857 കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും കടുത്ത മത്സരം നടന്ന സമയത്ത് പോലും 3857 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിച്ചില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 43000 വോട്ടിലേക്ക് ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. 50000 എന്ന് പറയുന്ന ശ്രീധരൻ പിടിച്ച വോട്ട് പോലും അദ്ദേഹത്തിന് അവിടെ പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും അവസാനം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന 2 തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ ശ്രീധരൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ മുന്നേറ്റം അദ്ദേഹം ഉണ്ടാക്കിയത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു അർബൻ മിഡിൽ ക്ലാസ് അപ്പർ ക്ലാസ് ആളുകളുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് സ്വാഭാവികമായും ഫിറ്റാകുന്ന ഒരു മെട്രോമാൻ, എ ടെക്നോക്രാറ്റ് എന്നൊക്കെ പറയുന്ന വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള ആൾ എന്നൊക്കെ പറയുന്ന ഇമേജ് ശ്രീധരന് വളരെയധികം ഗുണം ചെയ്തു. അതുകൊണ്ട് ഈ കോൺഗ്രസ് സിമ്പത്തൈസേഴ്സ് ആയിട്ടുള്ള ഹിന്ദുക്കൾ പോലും ശ്രീധരന് അനുകൂലമായി അവിടെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 6000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ വന്നത്. എന്നാൽ മറ്റു പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നീട് നമുക്ക് ശ്രമിച്ച് ഈ പറയുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും കൃഷ്ണകുമാർ അടിപതറി ആ നേട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് 43,000 കുറഞ്ഞു. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ പറയുന്ന 2024 ഇപ്പോൾ നടക്കാനിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വേറൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് 2024 അതേ പാറ്റേൺ ആവർത്തിക്കാനാണ് സാധ്യത എന്നാണ്. നല്ല രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്, കോൺഗ്രസിന്, UDFന് അവിടെ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ 3857 എന്ന് പറയുന്ന 2021 ഷാഫിയുടെ ഭൂരിപക്ഷത്തെക്കാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. എന്നാൽ 2 നെഗറ്റീവ് ഫാക്ടറുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കോൺഗ്രസിലെ അന്തഛിദ്രം തന്നെയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, VD സതീശൻ ത്രയത്തിനെതിരായിട്ട് തങ്കപ്പൻ, VK ശ്രീകണ്ഠൻ, തുളസി തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ മറ്റൊരു വിഭാഗം കൂടി ചേരുമ്പോൾ വേണമെങ്കിൽ ഒരു കലഹം അതിനകത്ത് രൂപപ്പെടാം. പ്രത്യേകിച്ച് പാലക്കാട് പിന്നെ ചില പഞ്ചായത്തുകൾ സ്വാധീനമുള്ള AV ഗോപിനാഥിനെയൊക്കെ പോലെയുള്ള വിമതരായിട്ട് നിൽക്കുന്ന ആളുകൾ കൂടി ഈ പറയുന്ന കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ അവിടെ എന്ത് റിസൾട്ടാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസിൽ നിന്ന് തന്നെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മുനമ്പം ഉയർത്തിവിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണ്. 7000-ഓളം വോട്ടുകളുണ്ട് അവിടെ ക്രിസ്ത്യാനികൾക്ക്. പാലക്കാട് അതിരൂപത വളരെ ശ്രദ്ധയോടുകൂടി സമീപനവും എടുത്തിട്ടുണ്ട്. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മുനമ്പം സമരപ്പന്തലിലെത്തിയത്. അത് കൃഷ്ണകുമാറാണ്. ആ മുനമ്പം സംഭവത്തെ പൊളിറ്റിക്കലി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ട് കൃത്യമായി ഏറെക്കുറെ 30% വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് വിലയിരുത്തുന്ന പാർട്ടിയാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അപ്പം ക്രിസ്ത്യൻ വോട്ടുകൾക്ക് BJPയോട് തൊട്ടുകൂടായ്മ ഇല്ലാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത് പാലക്കാട് പരമാവധി മുതലാക്കാനായിട്ട് ശ്രമിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥി തന്നെ മുൻപും സമരപന്തൽ സന്ദർശിച്ച ഒരാളുമാണ്. ഈ 2 ഫാക്ടറാണ് അവിടെ കോൺഗ്രസിനെ വലയ്ക്കാൻ നിൽക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതിലേറ്റവും ശക്തമായി ഞാൻ കാണുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ശ്രമമുണ്ടാകുമോ എന്നുള്ളതാണ്. അതിന് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. മറ്റെല്ലാ ഘടകങ്ങളും അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും തന്നെയാണ് ഈ നിമിഷം വരെ അഡ്വാൻറ്റേജ്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭ ഇക്കുറിയും ഒരു അട്ടിമറി സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെ കോൺഗ്രസിന്, UDFന് വിജയിച്ചു വരാൻ കഴിയും. പ്രധാനമായും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന 24% വരുന്ന മുസ്ലിം വോട്ടെന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിലെ വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകുന്നത് ഇടതുപക്ഷത്തിലേക്കും അതുപോലെ തന്നെ UDFിലേക്കുമാണ്. പക്ഷേ ഇക്കുറി കൃഷ്ണകുമാറിൻ്റെ വിജയസാധ്യതയെ കണ്ടുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന്
കോൺഗ്രസിന് പിന്നിൽ നിൽക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നിശ്ചയമായും വളരെ അഡ്വാൻറ്റേജസ് പൊസിഷനിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. അതുകൊണ്ട് നെഞ്ചിടിക്കേണ്ട ഒരു കാര്യവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. Meet the editors.